നമസ്കാരം. എൻ്റെ പേര് മഞ്ജു. ഞാൻ ചക്കുവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് ഉള്ള ഒരു സംശയ ദൂരീകരണമാണ്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട് കൂടുതൽ എന്ന് കേൾക്കുമ്പോൾ ക്യാൻസർ ആണോ എന്നുള്ള ഒരു സംശയം നമ്മളുടെ എല്ലാവരിലും ഉണ്ടാവും. അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പനിയെ ചുമയെ ഒക്കെ ആയിട്ട് സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അതാണ് നമ്മൾ സാധാരണയായിട്ട് ഡോക്ടർ നമുക്ക് നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ കൗണ്ട് കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അസ്ഥിമജ്ജകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെളുത്ത രക്താണുക്കളുടെ പ്രധാന ധർമ്മം നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്ന അണുബാധകളെയെല്ലാം പ്രതിരോധിക്കുക എന്നതാണ്. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, വിരകൾ ഇവയെല്ലാം ഇതിൽ പെടുന്നതാണ്. വെളുത്ത രക്താണുക്കൾ 5 തരമാണുള്ളത്. ന്യൂട്രോഫിൽസ്, ലിംബോസൈറ്റ്, ഇസ്നോഫിൽസ്, മോണോസൈറ്റ്, ബാസോഫിൽസ് എന്നിവയാണ്. 1 മൈക്രോലിറ്റർ ബ്ലഡ് എടുത്താൽ അതിൽ എത്ര വെളുത്ത രക്താണുക്കൾ ഉണ്ട് എന്നറിയുന്ന ടെസ്റ്റാണ് ടോട്ടൽ കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെയുള്ള 100 മൈക്രോ ലിറ്റർ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ന്യൂട്രോഫിൽസ് എത്ര, ലിംബോസൈറ്റ്സ് എത്ര, മോണോസൈറ്റ്സ് എത്ര, ഇസ്നോഫിൽസ് എത്ര, ബാസോഫിൽസ് എത്ര, ഇങ്ങനെ അറിയുന്നതിനുള്ള ടെസ്റ്റുകളാണ് ഡിഫറൻഷ്യൽ കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ടോട്ടൽ കൗണ്ട് നോർമൽ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് 4000 മുതൽ 11000 വരെയാണ്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ കൗണ്ടായ ന്യൂട്രോഫിൽസ് 40 മുതൽ 70% വരെയാണ്. ലിംബോസൈറ്റ് 20 മുതൽ 40% വരെയും, ഇസ്നോഫിൽസ് 1% മുതൽ 6% വരെയും, മോണോസൈറ്റ് 2% മുതൽ 10% വരെയും, ബാസോഫിൽസ് 0 മുതൽ 1% വരെയാണ് കാണുന്നത്. ഇത് മുതിർന്ന ഒരാളിന്റെ നോർമൽ വാല്യൂ ആണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരാം. വെളുത്ത രക്താണുക്കൾ കൂടുന്നതിനെ നമ്മൾ ലൂക്കോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. സാധാരണയായി വെളുത്ത രക്താണുക്കൾ കൂടുന്നത് അണുബാധ മൂലമാണ്. അണുബാധ ഇല്ലാത്തപ്പോഴും ചില സമയങ്ങളിൽ നമുക്ക് കൗണ്ട് കൂടുതലായി കാണാം. കുഞ്ഞുങ്ങൾക്ക് ജനന സമയത്ത് 20,000 വരെ ആകാം ടോട്ടൽ കൗണ്ട്. അത് പിന്നീട് കുറഞ്ഞൊരു 6 വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ 13,000-14,000 വരെയൊക്കെ ആകാം. അത് വീണ്ടും മുതിരുന്നതനുസരിച്ച് കുറഞ്ഞ് നോർമലായ 4,000 മുതൽ 11,000 വരെ ആയി എത്തിച്ചേരുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് തൊട്ട് മുന്നേ എന്തെങ്കിലും വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ബ്ലഡ് കൗണ്ട് കൂടുതലായിട്ട് കാണാം. പിന്നെ നമ്മൾ അലർജിക്കും മറ്റുമായി സ്റ്റീറോയിഡ് അടങ്ങിയ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൗണ്ട് കൂടുതലായിട്ട് കാണാം. അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്ന വിവരം ഡോക്ടറിനെ നമ്മൾ അറിയിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു രക്തത്തിലെ കൗണ്ട് കൂടുന്നത് അണുബാധ മൂലമാണെന്ന്. അത് നമ്മളുടെ ടോട്ടൽ കൗണ്ടും ഡിഫറൻഷ്യൽ കൗണ്ടും തമ്മിലുള്ള വ്യതിയാനം അനുസരിച്ച് നമ്മൾ ഏത് തരത്തിലുള്ള അണുബാധയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഉദാഹരണത്തിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ടോട്ടൽ കൗണ്ടും ന്യൂട്രോഫിൽസും കൂടുതലായിരിക്കും. ന്യൂട്രോഫിൽസിന്റെ ഇമ്മച്വർ ഫോമുകൾ നമുക്ക് രക്തത്തിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. രോഗലക്ഷണവും ബ്ലഡിലെ കൗണ്ടിന്റെ വ്യതിയാനവും അനുസരിച്ച് ഡോക്ടർ അതനുസരിച്ചാണ് നമ്മൾ ഏത് ഭാഗത്താണ് അണുബാധ ഉണ്ടായതെന്നും ഏത് തരത്തിലുള്ള അണുബാധയാണ് ഉണ്ടായതെന്നും കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് ഇപ്പൊ ചുമയാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്തോ കഫം ടെസ്റ്റ് ചെയ്ത് കഫം കൾച്ചർ ചെയ്തും ഒക്കെ നോക്കാം. മൂത്രം ഒഴിക്കുമ്പോൾ വേദനയും മറ്റും ഉണ്ടാകുന്നവരാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കാം. ചില സമയങ്ങളിൽ നമുക്ക് ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കേണ്ട അവസ്ഥയും ഉണ്ടാവാം. ഇതെല്ലാം നമുക്ക് ഏത് തരത്തിലുള്ള അണുബാധയാണ് ഉണ്ടായത് എന്ന് അറിയാനായിട്ടാണ്. ഇതനുസരിച്ച് വേണം ഡോക്ടർ ചികിത്സ നടത്താനായിട്ട്. അതുപോലെ തന്നെ വിര മൂലമാണ് നമുക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായത് എങ്കിൽ അപ്പോൾ ഇസ്നോഫിൽസ് കൂടുതലായിരിക്കും. സാധാരണ 1 മുതൽ 6% വരെ കാണുന്ന ഇസ്നോഫിൽസ് കൂടുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഇസ്നോഫീലിയ എന്നാണ് പറയുന്നത്. ഇത് മറ്റ് അലർജിയിലും മറ്റും ഈ ഇസ്നോഫിൽസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്.
0 മുതൽ 1% വരെ നമ്മുടെ രക്തത്തിൽ കാണുന്ന ബാസോഫിൽസ് കൂടുതൽ അളവിൽ കാണുന്നത് 5-ാം പനി പോലുള്ളതും പിന്നെ ചില അലർജികളിലും ചില രക്ത അർബുദങ്ങളിലും നമുക്ക് ബാസോഫിൽസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ലിംഫോസൈറ്റ്സ് കൂടുതലായിട്ട് കാണുന്നത് വൈറൽ ഇൻഫെക്ഷൻസിലാണ്. സാധാരണയായി നമ്മൾ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസിൽ ലിംഫോസൈറ്റ്സ് കുറയുകയാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസുകൾക്ക് ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും. എന്നാൽ ചില വൈറൽ ഇൻഫെക്ഷൻസിന് ലിംഫോസൈറ്റ്സും ടോട്ടൽ കൗണ്ടും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലിംഫോസൈറ്റ്സ് കൂടുതലായിട്ട് കാണിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ക്ഷയം, ടൈഫോയിഡ് മുതലായവ. പിന്നെ അടുത്ത് നമ്മുടെ വെളുത്ത രക്താണുക്കളിൽ ഏറ്റവും വലിയ കോശമായ മോണോസൈറ്റ്സ് ആണ്. ഡെങ്കിപ്പനിയിലും അതുപോലെ കൂടുതൽ കാലം നിലനിൽക്കുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് മോണോസൈറ്റ്സ് കൂടുതലായിട്ട് കാണാം. എന്നാൽ ഒരു അണുബാധ മൂലം നമ്മുടെ രക്തത്തിലെ കൗണ്ട് കൂടുമ്പോൾ അതൊരു 30,000 മുതൽ 50,000 വരെ മാത്രമേ വരാൻ പാടുള്ളൂ. 50,000-ന് മുകളിൽ ആണെങ്കിൽ നമ്മൾ അല്പം പേടിക്കേണ്ടതായിട്ടുണ്ട്. അത്ര വലിയ സിവിയർ ആയിട്ടുള്ള അണുബാധയാണെങ്കിൽ പോലും ബ്ലഡ് കൗണ്ട് ഒരു 50,000-ന് താഴെ ആയിരിക്കണം നിൽക്കുന്നത്. അതിലപ്പോൾ നമ്മൾ അല്പം പേടിക്കണം, അത് ക്യാൻസർ ആണോ എന്നുള്ളത് ഉറപ്പാക്കുന്നതിനായി നമ്മുടെ ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ചെയ്യാം. ചില സമയങ്ങളിൽ നമ്മളുടെ മജ്ജയുടെ ടെസ്റ്റും ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില മരുന്നുകൾ കഴിക്കുമ്പോഴും, അതായത് കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കൗണ്ട് കുറവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ബ്ലഡ് ക്യാൻസറുകളിലും കൗണ്ട് കുറവായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സിവിയർ ആയിട്ടുള്ള ചില അണുബാധകളിലും നമുക്ക് കൗണ്ട് കുറവായിട്ട് കാണാം. അതിനാൽ നമ്മൾക്ക് ഒരു ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് നന്നല്ല. നമ്മൾ ആ ഡോക്ടറിനെ കാണിച്ച് രോഗിയുടെ രോഗലക്ഷണവും റിസൾട്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് ഡോക്ടർ രോഗം നിർണയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും രോഗനിർണയം സ്വയം നടത്തുന്നത് നന്നല്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിദഗ്ധ ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് സംശയ ദൂരീകരണം നടത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.